മുതലകൾ ഡൈനോസറുകളെ തോൽപ്പിച്ച അതിജീവനത്തിന്റെ ശാസ്ത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശക്തരായ ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഓർക്കുക കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ഭീമാകാരന്മാരായ ഡൈനോസറുകളെ കുറിച്ചാണ്. എന്നാൽ ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വലിയ ഉൽക്കാപതനത്തിൽ ഡൈനോസറുകൾ ഒന്നടങ്കം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. എന്നാൽ അതേ ഡൈനോസറുകളുടെ കാലത്ത് ജീവിക്കുകയും ആ മഹാദുരന്തത്തെ അതിജീവിക്കുകയും ഇന്നും രൂപത്തിൽ ഒരു മാറ്റവുമില്ലാതെ നമ്മുടെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര ജീവിയുണ്ട്. അതാണ് മുതലകൾ. ഏകദേശം 200 മില്യൺ, അതായത് 20 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള മുതലകളുടെ ഫോസിലുകൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. കാരണം അന്ന് ജീവിച്ചിരുന്ന മുതലകളുടെ അതേ ശരീരഘടന തന്നെയാണ് ഇന്നത്തെ മുതലകൾക്കുമുള്ളത്. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവികളുടെ രൂപവും സ്വഭാവവും മാറാറുണ്ട്. എന്നാൽ മുതലകൾക്ക് മാത്രം എന്തുകൊണ്ട് മാറ്റമുണ്ടായില്ല? അവർ എങ്ങനെ ഡൈനോസറുകളെ തോൽപ്പിച്ച് ഇന്നും ജീവിക്കുന്നു? ഇതിനു പിന്നിലെ കൃത്യമായ 4 ശാസ്ത്രീയ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, പ്രകൃതിയുടെ പെർഫെക്റ്റ് ഡിസൈൻ. പ്രകൃതി ഡിസൈൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ആർമഡ് സർവൈവൽ മെഷീനാണ് മുതലകൾ. അവയുടെ പുറംഭാഗം കട്ടിയുള്ള ഓസ്റ്റിയോഡെൻസ് എന്ന അസ്ഥി പോലുള്ള പടച്ചട്ടയാൽ നിർമ്മിതമാണ്. ഇത് ഏത് കഠിനമായ കാലാവസ്ഥയെയും പ്രതിരോധിക്കും. വെള്ളത്തിനടിയിൽ കിടക്കുമ്പോഴും ശ്വാസമെടുക്കാനും കാഴ്ചകൾ കാണാനും പാകത്തിലാണ് അവയുടെ കണ്ണുകളുടെയും കാതുകളുടെയും മൂക്കിന്റെയും ഘടന. തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രം വെള്ളത്തിന് മുകളിൽ നിർത്തി ബാക്കി ശരീരം പൂർണ്ണമായി ഒളിപ്പിച്ചു വെക്കാൻ ഇവയ്ക്ക് കഴിയും. ജലത്തിലും കരയിലും ഒരേപോലെ വേട്ടയാടാൻ പറ്റിയ ഈ ബയോളജിക്കൽ ഡിസൈൻ അത്രമേൽ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് പ്രകൃതിക്ക് അതിൽ പിന്നീട് യാതൊരു മാറ്റവും വരുത്തേണ്ടി വരാത്തത്. രണ്ടാമത്തെ കാരണം, അസാധ്യമായ മെറ്റബോളിസം. മുതലകൾ കോൾഡ് ബ്ലഡഡ് അഥവാ ശീതരക്തമുള്ള ജീവികളാണ്. മനുഷ്യരെ പോലെയുള്ള സസ്തനികൾ ശരീരത്തിന്റെ താപനില നിലനിർത്താൻ സ്വന്തം ഊർജം ചെലവഴിക്കുമ്പോൾ മുതലകൾ വെയിലത്ത് കിടന്ന് സൂര്യനിൽ നിന്ന് നേരിട്ടാണ് ഊർജം സംഭരിക്കുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്നോ, വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഊർജം ചെലവഴിക്കുന്നത് കൊണ്ട് ഒരു തവണ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചാൽ മാസങ്ങളോളം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 1 വർഷം വരെ പോലും മറ്റൊന്നും കഴിക്കാതെ മുതലകൾക്ക് ജീവിക്കാൻ കഴിയും. ഡൈനോസറുകൾ വംശനാശം സംഭവിച്ച ആ വലിയ ഉൽക്കാപതനത്തിന്റെ സമയത്ത് ഭൂമിയിലെ സസ്യങ്ങളും വലിയ മൃഗങ്ങളും പൂർണ്ണമായി നശിച്ചുപോയിരുന്നു. ഭീമാകാരന്മാരായ ഡൈനോസറുകൾക്ക് ദിവസവും വലിയ അളവിൽ ഭക്ഷണം ആവശ്യമായിരുന്നു. ഭക്ഷണം കിട്ടാതെ അവ ചത്തൊടുങ്ങി. എന്നാൽ മുതലകൾക്ക് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കാൻ കഴിയുമായിരുന്നത് കൊണ്ട് ആ കഠിനമായ ന്യൂക്ലിയർ വിന്റർ കാലത്തെ അവ പട്ടിണി കിടന്ന് അതിജീവിച്ചു. ഇനി മൂന്നാമത്തെ കാരണം, അത്ഭുതപ്പെടുത്തുന്ന രോഗപ്രതിരോധ ശേഷിയാണ്. ചെളി നിറഞ്ഞതും ലക്ഷക്കണക്കിന് മാരക ബാക്ടീരിയകൾ ഉള്ളതുമായ വെള്ളത്തിലാണ് മുതലകൾ ഇപ്പോഴും ജീവിക്കുന്നത്. വേട്ടയാടുമ്പോഴും മറ്റു മുതലകളുമായി വഴക്കിടുമ്പോഴുമൊക്കെ അവയുടെ കൈകാലുകൾ നഷ്ടപ്പെടാറുണ്ട്. ഗുരുതരമായ പരിക്കുകൾ ഏൽക്കാറുണ്ട്. എന്നാൽ എത്ര വലിയ മുറിവേറ്റാലും അവയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാറില്ല. മുതലകളുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡുകൾ ഏത് മാരകമായ രോഗാണുക്കളെയും നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കും. മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള പെൻസിലിൻ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളെ പോലും ലളിതമായി കൊല്ലാൻ ഇവയുടെ രക്തത്തിന് കഴിയുമെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാരണം, വേട്ടയാടലിലെ ഒരു സസ്പെൻസ് പ്രകൃതം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ കടിയുള്ളത് മുതലകൾക്കാണ്. ചതുരശ്ര ഇഞ്ചിന് 3700 പൗണ്ട് വരെ ശക്തിയിലാണ് അവ ഇരകളെ കടിച്ചു പിടിക്കുന്നത്. കൂടാതെ വെള്ളത്തിനടിയിൽ ഒരൊറ്റ മിനിറ്റിൽ ഹൃദയമിടിപ്പ് വെറും 2 മുതൽ 3 വരെയായി കുറച്ച് ഓക്സിജൻ പരമാവധി ലാഭിച്ച് മണിക്കൂറുകളോളം അനങ്ങാതെ കിടക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇരകൾ തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രം മിന്നൽ വേഗത്തിൽ ആക്രമിക്കുന്ന ആംബുഷ് പ്രെഡേറ്റർ രീതിയാണ് ഇവരുടേത്. കുറഞ്ഞ ഊർജത്തിൽ വലിയ ഇരകളെ പിടിക്കാൻ ഈ തന്ത്രം സഹായിക്കുന്നു. ചുരുക്കത്തിൽ അതിശക്തമായ രോഗപ്രതിരോധ ശേഷി, ഭക്ഷണവുമില്ലാതെ മാസങ്ങളോളം ജീവിക്കാനുള്ള കഴിവ്, വെള്ളത്തിലും കരയിലും ഒരുപോലെ വേട്ടയാടാൻ പറ്റിയ
പെർഫെക്റ്റ് ശരീരഘടന ഇവയാണ് ഡൈനോസറുകൾ വംശനാശം വന്നിട്ടും മുതലകളെ ഭൂമിയിലെ രാജാക്കന്മാരായി നിലനിർത്തുന്നത്. സാഹചര്യങ്ങൾ മാറിയാലും കോടിക്കണക്കിന് വർഷങ്ങളായി രൂപം മാറാത്ത ഈ അത്ഭുത പ്രതിഭാസത്തെ ശാസ്ത്രലോകം വിളിക്കുന്നത് ലിവിംഗ് ഫോസിൽ അഥവാ ജീവിക്കുന്ന ഫോസിലുകൾ എന്നാണ്. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്